ടോക്സ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിജയികളായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോവുകയും ആ സിറ്റുവേഷനിൽ നിന്ന് പഠിച്ച് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ട് ആളുകളായിരിക്കും. അപ്പം നമ്മൾക്കും നമ്മളിൽ പലർക്കും നമ്മുടേതായ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനുമായിട്ടുള്ള ആളുകളെ റിലേറ്റ് ചെയ്യുവാനും നമുക്ക് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ജയിക്കാനും സാധിക്കും. ഞാൻ ഇപ്രാവശ്യമൊക്കെ ഒരുപാട് വിജയിച്ച ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻ വർഷങ്ങളിൽ വിജയിച്ച മറ്റു പലരുടെയും കഥകൾ കേട്ടപ്പോഴാണ് നമുക്കും വിജയിക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആതികയുമായിട്ടാണ്. വയനാടാണ് സ്ഥലം. UG ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ബ്രേക്ക് എടുത്ത് വീണ്ടും PG ചെയ്ത് നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആതിക, കൺഗ്രാജുലേഷൻസ്. ഓക്കെ ആതിക, നിങ്ങളൊരു നെറ്റ് ജേണി ജസ്റ്റ് ഒന്ന് പറയും. ഇറ്റ് സീംസ് ഇൻട്രസ്റ്റിംഗ്. സാർ, ഞാൻ UG കഴിഞ്ഞത് 2018 അത് കഴിഞ്ഞിട്ട് ഒരു 6 വർഷം ബ്രേക്ക് എടുത്തിട്ടാണ് PG രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ രജിസ്റ്റർ ചെയ്ത സമയത്തൊരു എല്ലാവരും പറയുന്നത് പോലെ നമുക്കൊരു നെറ്റ് എഴുതുക എന്നുള്ളത് അടുത്ത ഓപ്ഷൻ ആണല്ലോ. ആ രീതിയിലാണ് ഐഫറിൽ ജോയിൻ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ PG ഒരു എക്സാം പോലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ നമ്മളെ ഇത് എൻ്റെ ആവശ്യമായത് കൊണ്ട് ഞാൻ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടും ഐഫർ തന്ന സപ്പോർട്ടിന്റെയും കൂടെ ഭാഗമായിട്ടാണ് നെറ്റ് കിട്ടുന്നത്. അപ്പൊ അതിന് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരുപാട് രീതികൾ പരീക്ഷിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ജേർണി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ഹെവി സ്ട്രഗിൾസ് ആണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുമ്പോൾ സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് ഓരോരോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞൊരു കേസ്, UG കഴിഞ്ഞു, BCom കഴിഞ്ഞു, കുറച്ചധികം കാലം ഗ്യാപ്പ് എടുത്തിട്ടാണ് PG ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തത്. നോർമൽ ഇഗ്നോയിലാണ്. അപ്പം നമ്മുടെയൊക്കെ ഒരുപാട് ഐഫറേറ്റ്സിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു വലിയ ഒരു കൺഫ്യൂഷൻ ഈ 2 പോയിന്റുകളാണ് ഉണ്ടാവാറുള്ളത്. അതായത് ഞാൻ PG കുറേ മുമ്പ് കഴിഞ്ഞതാണ്, എനിക്ക് നല്ല ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ PG ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 സിറ്റുവേഷനുള്ള എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒരു സംശയം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അത് ഓവർകം ചെയ്ത് ജയിച്ചിട്ടുള്ള ഒരാളാണ് ആതിക. അപ്പൊ എങ്ങനെയാണ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ, എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ആക്കിയത്? കൺഫ്യൂഷൻസ് ഓഫ് കോഴ്സ്, നെറ്റിനെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത അന്ന് മുതൽ തന്നെ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കൺഫ്യൂഷൻ സ്വന്തം കാലിബറിനോട് തന്നെ ഉള്ളതാണ്. അതായത് നമ്മളെ കൊണ്ടത് പറ്റുമോ, സാധിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെയായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി, ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതുപോലെ പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പം മദർ ഇൻ ലോ ആയാലും ഫാദർ ഇൻ ലോ ആയാലും ഹസ്ബൻഡ് ആയാലും ഈവൻ എന്റെ മോളാണെങ്കിൽ വരെ ആ ഒരു 6 മാസത്തെ ജേർണിയിൽ അവർ നല്ലപോലെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടും സാക്രിഫൈസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് മനുഷ്യരുള്ളപ്പം നമുക്ക് എങ്ങനെയാണ് ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക? അപ്പൊ യൂഷ്വലി നമ്മൾ അതിലേക്ക് നമ്മുടേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങും. അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ ഗ്യാപ്പ് ഒരു പ്രശ്നമാവില്ല, ഡിസ്റ്റൻസിലാണ് പഠിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമാവില്ല, ചെറിയ കുട്ടിയുടെ അമ്മയാണ് എന്നുള്ളത് പ്രശ്നമാവില്ല, ഇൻലോസ് ഉള്ള ഫാമിലിയിലാണ് താമസിക്കുന്നത് എന്നുള്ളത് പ്രശ്നമാവില്ല, നമ്മൾ PGക്ക് വാങ്ങുന്ന സ്കോറോ അല്ലെങ്കിൽ PG എക്സാം എഴുതിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു ഹഡിലും മുന്നിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും. അതാണ് അതിന്റെ കാര്യം. ആ ഒരു വിൽ പവർ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതില് ഇപ്പം ആതിക പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ സപ്പോർട്ടിങ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് പറയാം. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെയാണ് വർക്കൗട്ട്? ഇതെന്തിനാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആതികയുടെ സപ്പോർട്ടിങ് സിസ്റ്റം എന്നുള്ളതിനേക്കാളേറെ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു സാധനം, നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ പറയും എനിക്ക് വീട്ടിൽ നിന്ന് നല്ല സ്ട്രെസ്സാണ്, പ്രഷറാണ്. ഞാൻ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞാൻ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ട നമ്മളൊരു പ്രിയപ്പെട്ടവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കേണ്ടത് എന്നറിയാത്ത ഈ പ്രിയപ്പെട്ടവരോട് നല്ല സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആതികയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്തത്, എങ്ങനെയായിരുന്നു? സാർ, അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടോ പരിഗണിക്കരുത്. നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനായാലും എന്ത് പഠിക്കുന്ന വ്യക്തിക്കായാലും കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നോർമലൈസ് ചെയ്യണം. അതായത് അതൊരു ഒരു വ്യക്തി പഠിച്ച് അയാൾക്ക് ഒരു ജോലി വാങ്ങണം അല്ലെങ്കിൽ അയാൾ ഒരു പൊസിഷനിൽ എത്തണം എന്ന് പറയുന്നത് അയാളുടെ മാത്രം ആവശ്യമല്ല, ഈ സമൂഹത്തിന്റെ കൂടെ ആവശ്യമാണല്ലോ.
അപ്പൊ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ ഈവൻ സ്ട്രേഞ്ചേഴ്സിന് പോലും കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഉള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി എന്റെ സപ്പോർട്ട് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ, പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണെങ്കിലും ഹസ്ബൻഡ് അത് സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടി ഉണ്ടാകുമ്പം, നമുക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക്കലി കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ അത്രയധികം പരിഗണിക്കണം. അപ്പം എന്നെ സംബന്ധിച്ച് അതിന്റെ പേരിൽ മാനസികമായിട്ടോ അല്ലാത്ത രീതിയിലോ ഞാനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് എന്റെ മദർ ഇൻ ലോനോടാണ്. പിന്നെ ഇത്തരത്തിലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തും ഞാൻ ഈ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നെറ്റ് അച്ചീവ് ചെയ്ത് ആ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് പലരും അറിയുന്നത് ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സ്ട്രെസ്സും കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സപ്പോർട്ടും രണ്ടും 2 എക്സ്ട്രീം കേസാണ്. കിട്ടിയിട്ടില്ല, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും അറിയുന്നു. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതിനേക്കാളും തരം താഴ്ത്തി കാണിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതിന് ഈവൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത് ചിലപ്പം നടക്കാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടായിരിക്കും. ആ രീതിയിലൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഉള്ളിൽ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് കുറയാൻ അതൊരു കാരണം. അതിനേക്കാളും നേരെ വിപരീതമായിട്ട് ഇത് കഴിവതും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് മറച്ചു വെച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മോളുടെ കാര്യങ്ങളിൽ, മോൾ ആ സമയത്ത് അംഗൻവാടി പോകുന്ന കുട്ടിയാണ്. അപ്പൊ ഒരു 2.25 വയസ്സുള്ള സമയത്താണ് അംഗൻവാടിയിൽ പോകാൻ തുടങ്ങിയത്. അപ്പൊ ആ പ്രായം മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉമ്മച്ചി മോക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും, അല്ലെങ്കിൽ മോളുടെ ബാക്കി കാര്യങ്ങളും നോക്കലും, ഇനി വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്തേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഈവൻ എന്നെ ബുദ്ധിമുട്ടിക്കൂല, പറ്റുന്നത് പോലെ അത് മാനേജ് ചെയ്ത് വിടും. അങ്ങനെ എനിക്ക് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് എന്റെ മദർ ഇൻ ലോനോട് തന്നെയാണ് കേട്ടോ ആ കാര്യത്തില്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആളത്രയും സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രഷർ എനിക്ക് തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഹസ്ബൻഡും ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു പറയാം, ഹസ്ബൻഡ് ആനസ്. അപ്പൊ മൂപ്പര് ഒരു പക്ഷെ എന്താ പറയാ, ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ തളർന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പൊതുവെ എനിക്കുണ്ടാവുന്ന കൺസേൺസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ എഫേർട്ട് ഇട്ട് പഠിച്ച് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. അപ്പൊ ഞാൻ എനിക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പറയും. അപ്പൊ ഇങ്ങനെ അത് പറയാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രഷർ ചെയ്യും ആളെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്നോട് പറയും, എഫേർട്ട് ഇട്ടിട്ട് മാർക്ക് കിട്ടണില്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ല, അപ്പൊ കൂടുതൽ എഫേർട്ട് ഇടുക, അതാണ് ചെയ്യാൻ പറ്റുക. അല്ലാതെ എഫേർട്ട് ഇട്ടു മാർക്ക് കിട്ടില്ല അതുകൊണ്ട് പഠിത്തം നിർത്തുകയാണ് എന്ന് പറയുന്നത് ഒരു മണ്ടത്തരാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം, ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്യും, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും, മാർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കുക, ടോപ്പറുമായിട്ട് കമ്പയർ ചെയ്യാണ്ട് സ്വയം കമ്പയർ ചെയ്യും, ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അതിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ ഈ പ്രിപ്പറേഷന്റെ എൻ്റെ ഒരു ജേണിയില് ഇന്റേതായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി ഇന്റർഫിയർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇത്ര സമയം പഠിക്കണത് എന്തിനാണ്, അല്ലെങ്കിൽ ഇത്ര ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നത്, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ പോലും നേരിട്ടിട്ടില്ല. അവള് പഠിക്കുകയാണ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു റെസ്പെക്ട് കൊടുത്തിട്ടേ ഈ വീട്ടിലെല്ലാവരും സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്കൊരു പ്രൗഡ് ഫീൽ വരും. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടെങ്കിലും ഞാനിത് എങ്ങനെയെങ്കിലും നേടണം എന്നുള്ള ഒരു വിൽ പവർ ഉള്ളെന്ന് വരുമായിരുന്നു. സോ നമുക്ക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതിൽ റെസ്പെക്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം നമ്മൾ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച്. അതുപോലെ ഇതൊന്ന് നോർമലൈസ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. 2, നമ്മളെ പ്രിയപ്പെട്ടവരുടെ അപ്പുറത്തേക്ക് ഇത് പബ്ലിസൈസ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇതെവിടെ സംഭവിക്കുന്നത്, വീട്ടിലുള്ള അമ്മമാരോ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ചെന്നൈയായിരിക്കും കുടുംബക്കാരോടൊക്കെ എൻ്റെ മോള് പഠിക്കുകയാണ്, അവർ പഠിക്കുകയാണ് കേട്ടോ, കല്യാണത്തിന് വരാത്ത അതുകൊണ്ടാണ്, ഈ പരിപാടി അതുകൊണ്ടാണ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വരും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മത്സര പരീക്ഷയിലാണ് ജയിക്കാം തോൽക്കുന്ന സമയത്തും ആ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് അവർക്ക് വരിക. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനം, ആ ഒരു ലേണിംഗ്, ഒരു ഫ്രീഡം, ഒരു സ്പേസ്, അവരുടേതായ ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എനിക്ക് ഫീൽ ചെയ്യും ഓവറാൾ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളൊരു ആസ്പെക്റ്റിൽ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇഫറിലൊക്കെ കൂടുതൽ ലൈഫ് റേറ്റ്സും മദേഴ്സാണ്.
അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അംഗൻവാടി പോകുന്ന ചെറിയ കുട്ടിയുള്ള മദറുള്ള ടൈമിൽ എന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു ആസ്പെക്റ്റാണ്. അപ്പൊ ഈ മദർ എന്ന് പറയുമ്പോൾ പാരന്റ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഓൺ ദ അതർ സൈഡിൽ മക്കൾ മനസ്സിലാക്കണം എന്നില്ല, ഓരോ അതിനായിട്ടില്ല 2-3 വയസ്സായ മക്കൾ എന്നുള്ളത്. അപ്പൊ പലപ്പോഴും അഡൽട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് പോലെ അല്ലല്ലോ മക്കളെ ആസ്പെക്റ്റിൽ നിന്നുണ്ടാവാം. അപ്പൊ എങ്ങനെയാണ് ബീങ് എ മദർ ആൻഡ് എ സ്റ്റുഡന്റ്, ഇറ്റ്സ് എ വെരി ടഫ് ടൈം. ഓക്കെ, നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, എങ്ങനെയാണ് അത് പഠിച്ചത്? എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്ന ഒരാളും കൂടി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് how you manage being a mother and a student? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ മോളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഈ ക്ലാസ് കേൾക്കുക. അധികം ഒരു 80% ക്ലാസ്സും ഞാൻ കവർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. മേജർ ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരേ സമയം മോളുടെ കൂടെ എന്റെ ഫിസിക്കൽ സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ മെന്റലി ഞാൻ ഈ പറയുന്ന പഠനത്തിലായിരിക്കും കംപ്ലീറ്റ്ലി. എന്റെ കോൺഷ്യസ് മൈൻഡ് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓള് പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നത് പോലെ നടിക്കുകയും കുട്ടികൾക്ക് ജസ്റ്റ് നമ്മൾ അത് മതിയാകും. അപ്പൊ കുട്ടിക്ക് അറിയില്ല ഞാൻ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഞാൻ വാലിഡായിട്ട് അവൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ഉമ്മയായിരുന്നില്ല. പക്ഷെ ഈ ഡെയിലി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ശരി ഓക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരേ സമയം ഞാൻ ഫിസിക്കലി ഓളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, പക്ഷെ അതേസമയം എന്റെ പഠനം നടക്കുന്നുമുണ്ട്. ഇത് എത്രത്തോളം മാനേജബിൾ ആണെന്ന് ചോദിച്ചാൽ മേ ബി നമ്മൾ ഒരു 2 hour ക്ലാസ് കേൾക്കുന്നതിൽ ഒരു 1.5 hour ക്ലാസ്സേ തലേ കയറിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും ടൈം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. വേണമെങ്കിൽ മെറ്റീരിയൽസ് വായിക്കാം, അല്ലെങ്കിൽ വീണ്ടും അതേ വീഡിയോ തന്നെ കാണാം. അപ്പോൾ ഒരേ സമയം ഞാനൊരു മദറും ഒരു സ്റ്റുഡന്റും ആണ് എന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കി എന്നുള്ളതാണ്. അതൊരു സ്ട്രഗിൾ ആയിട്ടോ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടോ അല്ല. ഞാൻ ഈ പ്രിപ്പറേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം എനിക്ക് ഒരുപാട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിന്റെ കൂടെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ആ തിരിച്ചറിവിൽ നിന്ന് അതിനുള്ള സൊല്യൂഷൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെ. പിന്നെ അതിനുശേഷം മോള് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അവളിങ്ങനെ ഉമ്മക്ക് ഏത് നേരം പഠിത്താണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഉമ്മാക്ക് ഒരു ജോലി കിട്ടിയ അതിന്റെ ബെനിഫിറ്റ് മുത്തിനും കൂടെ അല്ലേ. അപ്പൊ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓക്കും അറിയാം ഞാൻ പഠിക്കുന്നത് ഓക്കും കൂടെ വേണ്ടിയിട്ടാണ്. ആ തിരിച്ചറിവിൽ നിന്ന് മോളും കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ കുട്ടികളിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം കാണാൻ വേണ്ടി പറ്റും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഇരുന്ന് എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കാം സ്കൂളിൽ ചേർത്തിയപ്പം എഴുതുന്ന കാര്യങ്ങളിലോ ഹോംവർക്കിലോ പഠന കാര്യങ്ങളിലോ ഒരു മടിയും മൂക്ക് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഷീ ബിലീവ് ദാറ്റ് ഉമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ വാപ്പ ചെയ്യുന്നതൊക്കെ ശരിയാണ്. സോ ഉമ്മ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാനും പഠിക്കേണ്ട ഒരാളാണ്. അങ്ങനെ ഒരു മെന്റാലിറ്റി മുകളിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾ പറയുന്ന കൺസേൺസ് നമ്മൾ പ്രോപ്പറായിട്ട് കേൾക്കുക. സംസാരിക്കാനായ കുട്ടികളാണെങ്കിൽ പ്രോപ്പറായിട്ട് കേൾക്കുക, അതിന് അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് നമ്മുടെ പാർട്ട്ണറും കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് മോൾ എന്തെങ്കിലും കാര്യം കൺസേൺസ് പറഞ്ഞു വരുമ്പം അത് ഞാൻ മാത്രം പരിഹരിക്കേണ്ട കാര്യമല്ല എങ്കിൽ ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. മോളെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ മോക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യുമായിരുന്നു. ഇവിടുത്തെ ഉമ്മയാണെങ്കിലും അതെ, ഉമ്മ പഠിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യേണ്ട. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. നമ്മൾ ഒരു വീട്ടിലൊരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ദാറ്റ്. അവരത് ട്രൈ ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിരിക്കണം. കുത്തി പറയാനും നമുക്ക് ഇതെന്താ പറ്റാത്തത് അല്ലെങ്കിൽ കറക്ഷൻ മെഷേഴ്സ് കൊടുക്കുന്ന ഒരു സ്വഭാവം പൊതുവെ മലയാളികൾക്ക് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരാള് 1-2 അറ്റംപ്റ്റ് കൊടുത്തു, അയാൾക്ക് കിട്ടിയില്ല, ഉടനെ നമ്മൾ കറക്ഷൻ മെത്തേഡ് കൊടുക്കും. ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അയാൾക്ക് അയാളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ആ രീതിയിൽ അയാൾ തന്നെ അയാൾക്കൊരു പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എത്ര അഡ്വൈസ് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയാലും അതിൽ എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആലോചിച്ചാൽ മതി ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതിന് മുമ്പ്. അപ്പൊ മോളുടെ കാര്യത്തിൽ ആസ് എ മദർ എല്ലാ മദേഴ്സിനോടും പറയാനുള്ളത് മറ്റാരേക്കാളും നന്നായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ മനസ്സിലാവുക നിങ്ങൾക്കാണ്. അപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പുറത്തുനിന്ന് ഒരാളുടെ അഡ്വൈസ് എടുത്തിട്ടല്ല, നിങ്ങൾ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാനിത് പറയുമെങ്കിലും ചില പാരന്റ്സിന് ഇത് ചിലപ്പം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മനസ്സിലാവുന്ന കുട്ടികളായിക്കൊള്ളുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടികളെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നുള്ളത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ ഗോട്ട് ഇറ്റ്. ഇതിലേ ആറ്റിക പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് നമ്മളോട് പല എയ്ഫറേറ്റും പറഞ്ഞൊരു സാധനം. ഇപ്പൊ എനിക്കും ബീങ് എയ്ഫറിന്റെ പാർട്ടിൽ ഏറ്റവും സന്തോഷമായ കാര്യം എയ്ഫർ പലപ്പോഴും വീട്ടിൽ തന്നെ ഒരു ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഉമ്മ പഠിക്കുന്നു, ഉപ്പ പഠിക്കുന്നു. ഇപ്രാവശ്യം നമ്മുടെ ഷെവീൽ ഉനൈസ 2 ആളുകളുണ്ടായിരുന്നു. ഷെവീലും ജാറഫാണ്, ഉനൈസും ജാറഫ് ഹോൾഡറാണ്. 2 ജാറഫ് ഹോൾഡേഴ്സാണ്. ഈ ഫ്രൈറ്റ് തന്നെ ആയിരുന്നു. അപ്പം കുറച്ചേരം ഉമ്മ പഠിക്കും, കുറച്ചേരം ഉപ്പ പഠിക്കും, കുറച്ചേരം മക്കൾ പഠിക്കും. ഓവറോൾ ഈ പാരന്റ്സ് തന്നെ പഠിക്കുന്നത് കാണുമ്പോൾ പിന്നെ മക്കളോട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്ട് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ഒന്നുകൂടി ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ചോദ്യം ചോദിക്കുകയാണ് ഫോർ ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്.
ഞാൻ ഒരുപാട് ഇഫ്രൈറ്റ്സിനോട് സംസാരിക്കും. പലപ്പോഴും പല ഇഫ്രൈറ്റ്സും നമുക്കറിയാം ഈ എക്സാമിൽ മെജോറിറ്റി ഓഫ് ദ ആളുകളും ക്വാളിഫൈ ചെയ്യില്ല. അത് പഠിക്കാത്തതുകൊണ്ടല്ല, ഈ ഒരു എക്സാമിന്റെ ഒരു ആസ്പെക്ട്. അതുകൊണ്ട് തന്നെ പല ഇഫ്രൈറ്റ്സിന്റെയും ഹസ്ബൻഡ്സ് പാർട്ട്നേഴ്സ് ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. എന്നിട്ട് ഇവരൊന്നും അത്ര എഡ്യൂക്കേറ്റഡ് അല്ല, പക്ഷെ അവരുടെ പാർട്ട്ണർ അവരുടെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പ്രിപ്പറേഷനിൽ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ആദ്യമൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി കൊടുക്കുക. ആദ്യമൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ആദ്യയുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആദ്യമൊക്കെ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം ആ ഒരു ഹസ്ബൻഡുമാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനൊരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ചോദ്യം ചോദിച്ചത്. കാരണം ഹൗ ക്യാൻ എ പാർട്ട്ണർ, എ ഹസ്ബൻഡ് സപ്പോർട്ട് ഹിസ് വൈഫ് ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ സ്റ്റേജ്, ഓർ അവർക്ക് ഒരു സപ്പോർട്ടീവായിട്ട് എപ്പോഴാണ് ഫീൽ ചെയ്യാന്നുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പക്ഷേ ഞാനൊരു ഭാര്യ ആയതുകൊണ്ടായിരിക്കാം ഒരു 80% പ്രശ്നങ്ങളും ഭാര്യമാര് ഭർത്താക്കന്മാരുടെ അടുത്ത് ഷെയർ ചെയ്യും. ഈവൻ അത് ഈ പറഞ്ഞ ലേണിങ്ങിൻ്റെതാണ് എങ്കിൽ കൂടി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഉറങ്ങുന്ന സമയത്തൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ടാണ് ഞാൻ പറയും എന്റെ മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് കുറഞ്ഞു, കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഈ ടെൻഷൻ ആലോചിച്ചിട്ട്. അപ്പൊ എന്നോട് ഈ ട്രൈ ചെയ്തിട്ടല്ലേ, അപ്പൊ ഓക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ട്രൈ ചെയ്യും. അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മോട്ടിവേഷൻ. അപ്പം ഇത്രേ പറയാനുള്ളൂ. ഒരു പ്രശ്നം വന്ന് പറയുമ്പോൾ, അത് പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വന്ന് പറയുമ്പോൾ, ജസ്റ്റ് ഹിയർ, കംപ്ലീറ്റ്ലി കേട്ടതിന് ശേഷം അവർക്ക് എന്താ വേണ്ടതെന്നും അവർ തന്നെ പറയും. ഇത് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ, മെത്തേഡ് ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഹസ്ബൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ദം, ഇത്ര പറഞ്ഞാൽ മതി. ആ കാര്യത്തിൽ എന്നെക്കാളും നന്നായിട്ട് എന്തായാലും നിനക്കറിയാലോ. എഡ്യൂക്കേറ്റഡ് അല്ല എങ്കിൽ, ഭാര്യക്കാണ് എഡ്യൂക്കേഷൻ കൂടുതലെങ്കിൽ, അപ്പൊ ഇങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ. എന്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും ഞാനുണ്ട് കൂടെ. ആ ഒരു അഷുറൻസ് കിട്ടിയാൽ തന്നെ ഒരു 80% വൈഫും ഈ പറയുന്ന വൈഫ് റോൾ വഹിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഫാമിലി ലൈഫ് മാറരുത്. ഷീ ഈസ് ഡൂയിങ് ദാറ്റ്. അപ്പൊ കുറച്ചൊക്കെ നമ്മളും കൂടെ കൺസേൺഡ് ആവുക എന്നുള്ള രീതിയിൽ പരിഗണിച്ചാൽ തന്നെ. പിന്നെ ഈ ഒട്ടുമിക്ക ഭാര്യമാർക്കും അവരൊരു പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെയുള്ള കൺസേൺ എന്ന് പറയുന്നത്, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്ര അധികം സ്ട്രഗിൾ എടുക്കുന്നത്, അപ്പൊ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി കൂടെ ആയിരിക്കും. ആ മെന്റാലിറ്റിന്റെ മേലെ കത്തിവെക്കരുത്. അതായത് ഇത് ഇത്ര പഠിച്ചിട്ട് എന്തിനാന്നുള്ള രീതിയിൽ ചോദിക്കരുത്. മറിച്ച് അവര് പഠിക്കുന്നത് നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൺസേൺ കൊടുത്താൽ തന്നെ ഒട്ടുമിക്ക ഭാര്യമാരും, ഈവൻ മദേഴ്സ് ആണെങ്കിൽ പോലും, അവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് എങ്കിലും ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകും, അത് അച്ചീവ് ചെയ്യും. ഒരു പോയിന്റിൽ നമുക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കത്തിവെപ്പ് വരുമ്പോൾ പിന്നെ നമുക്കിത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തോന്നൽ വരും. ആ തോന്നൽ വരാണ്ടിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓക്കെ. ആ രീതിയിൽ നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ, സപ്പോർട്ട് എന്നുള്ളതിനേക്കാളേറെ ആ ഒരു സ്പേസ് കൊടുക്കുക, ആ ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് കേട്ടിരുന്നാൽ തന്നെ മതി, കുറെ ആളുകളൊക്കെ ഓക്കെയാവും. ഓക്കെ. സോ ബേസിക്കലി ഇതില് നമ്മൾ പല ഇഫ്രൈറ്റ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിപ്പറേഷൻ സ്റ്റൈലിൽ നേടുന്ന കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് എക്സാം നല്ല കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇപ്പൊ ഇഫറിന്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നല്ല മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞ പോലെ. അപ്പൊ ചില സമയത്ത് ചില മദേഴ്സിന് ഒരു കൺഫ്യൂഷൻ ആണ്, ഞാൻ ഇങ്ങനെ പഠിക്കണോ, ഞാൻ എന്റെ കുട്ടിന്റെ സമയമല്ല കളയുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടീനെ നോക്കിയാലോ, ഇനി കുട്ടിയുടെ സ്പേസ് കിഡ്സിന് കൊടുക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ കിഡ്സിന് മാത്രം ടൈം കൊടുത്തിട്ട് കാര്യമുണ്ടോ, എനിക്ക് നന്നായി പഠിച്ച് പൊസിഷനിൽ എത്തിയാലല്ല എൻ്റെ കുട്ടികൾക്ക് ഒരു ബെറ്റർ ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പഠിച്ചാൽ പോയാലോ. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ ടൈമാണോ ഞാൻ എടുക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ടൈം കൊടുക്കേണ്ടതില്ല, എൻ്റെ പാർട്ട്ണർ കൊടുക്കേണ്ടതില്ല, അപ്പൊ അതിലേക്ക് പോയാലോ. ഇതിങ്ങനെ ഇത് ബേസിക്കലി ഇതൊക്കെ ഉണ്ടാവും ഈ തുടങ്ങുന്ന സമയത്താണ്. ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഈ ജയിച്ച ആളുകളൊക്കെ അതിന്റെ ഒരു ബാലൻസ് കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ഇവോൾവ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കും. പക്ഷെ ഈ തുടങ്ങുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ ഫാമിലി, സ്റ്റഡി, പാർട്ട്ണർ, കിഡ്സ് എന്നുള്ളതിലുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ബേസിക്കലി അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്രീമിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഒരു 3 മാസത്തോളം കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റ് ആണ്, ഏകദേശം ഡിസംബർ 25 ആ ഒരു സമയത്താണ്. ഒരു മാർച്ച് വരെ ഞാൻ ജീവിച്ചത് ഈ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു റിസൾട്ട് എന്താ വെച്ചാൽ, ഉറക്കം പോകും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം രാത്രി നമ്മൾ കിടക്കുക നമ്മളെ മക്കളെ കൂടെയാണ്. അപ്പൊ കുട്ടികൾ ഉറങ്ങണത് കാണുമ്പോഴാണ് കുറച്ചൊക്കെ കൂടുതൽ അമ്മമാര് ഇമോഷണൽ ആവുക. അപ്പൊ ഞാൻ ഇന്ന് പകല് മുഴുവൻ പഠിക്കുകയായിരുന്നല്ലോ, എനിക്ക് എന്റെ മോളെ അല്ലെങ്കിൽ മോനെ തീരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ ഒരു ഫീല് വരും. ഈ ഗിൽട്ട് ഫീലോട് കൂടിയാണ് പിറ്റേന്ന് രാവിലെ എണീക്കുക. അപ്പൊ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. സമയം കിട്ടിയാൽ പോലും അത് പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മനസ്സ് സമ്മതിക്കൂല. രണ്ടാമത്തെ കാര്യമാണ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് ഉണ്ടാകും,
വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ പരിഗണിക്കേണ്ടി വരും, ക്ലീനിങ്, വാഷിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് ഈ പഠിത്തം കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവനവനോട് തന്നെയുള്ള ഒരു യുദ്ധം. അപ്പൊ ഇത് ഒരു പോയിന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യും, ഞാൻ പഠിക്കേണ്ടത് ഇന്റെ ആവശ്യമാണ്, ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഞാനാണല്ലോ. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. അതിനനുസരിച്ച് ആ എൻവയോൺമെന്റും മാറും. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് മാറുന്നത്, അങ്ങനെയല്ല. നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ മാറും, കൂടെയുള്ളവർ മാറും, ആ എൻവയോൺമെന്റ് കംപ്ലീറ്റ്ലി മാറും. ഇപ്പൊ നമ്മൾ രാവിലെ എല്ലാ ജോലിയും തീർത്ത് പഠിക്കാനിരിക്കുന്നത് ഒരു മണിക്കോ 1:30ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എൻവയോൺമെന്റ് മാറി മാറി വരുമ്പോൾ നമുക്ക് സമയം ഇതൊരു 11 മണി, 10:30, 10 ആ ഒരു ടൈമിലേക്ക് ഇങ്ങനെ എത്തുന്നത് കാണാൻ പറ്റും. കാരണം നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സാഹചര്യവും അതിനനുസരിച്ച് മാറുന്നതാണ്. അപ്പൊ ഈ ഒരു ബാലൻസിങ് സ്റ്റേജിലേക്ക് എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 1 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ 1 മണിക്കൂർ ഞാൻ പഠിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷനിൽ കടന്നുറങ്ങാം. 1 മണിക്കൂറേ പഠിച്ചുള്ളൂ, 23 മണിക്കൂർ വേസ്റ്റ് ചെയ്തു എന്നുള്ള ഡിസാറ്റിസ്ഫാക്ഷനിൽ കടന്നുറങ്ങിയാൽ ഈ ഡിസാറ്റിസ്ഫാക്ഷനിൽ എണീക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്ന് 1 മണിക്കൂർ പഠിച്ചല്ലോ, നാളെ അത് 1 മണിക്കൂറും 1 മിനിറ്റും ആക്കാൻ നോക്കുക. അല്ലാതെ 1 മണിക്കൂർ പഠിച്ചത് നേരെ ഷിഫ്റ്റ് ചെയ്ത് 10 ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. 1 മണിക്കൂറും 1 മിനിറ്റും, പിറ്റത്തെ ദിവസം 1 മണിക്കൂറും 2 മിനിറ്റും, പതുക്കെ ഈ റേഞ്ച് കൂട്ടി കൊണ്ടുവരിക. അപ്പൊ എക്സാമിനോടൊക്കെ അടുപ്പിച്ച് നമുക്കൊരു 5 മണിക്കൂർ, 6 മണിക്കൂർ, ഞാനൊക്കെ എക്സാമിനോട് അടുപ്പിച്ച് പഠിച്ചത് ഒരു 8-9 മണിക്കൂർ വരെയൊക്കെ കണ്ടിന്യൂസ് പഠിച്ച ടൈം ഉണ്ട്. അപ്പോൾ അത്രയും പഠിച്ചിട്ട് കണ്ടിന്യൂസ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ച സമയമാണ് പറയണം. അല്ലാണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ടും ഇതിന്റെ ബാക്കി കാര്യങ്ങളുടെ ഇടയിൽ കൂടെ കേട്ടതെല്ലാം കൂടെ കൂട്ടി ഒരു 12 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അത് സാറ് പറയുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര അവർ പഠിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ തന്നെ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി ഡെയിലി ഇംപ്രൂവ്മെന്റ് ചെയ്ത് വരുമ്പോൾ ആ എൻവയോൺമെന്റ് അതിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. അപ്പൊ നമുക്കതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആദ്യം തന്നെ ഒരു നടക്കാത്ത ടൈം ടേബിൾ ഉണ്ടാക്കുക, ആ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിന്റെ കാര്യം നടക്കണം എന്ന് വാശി പിടിക്കുക. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അവനവന്റെ സാഹചര്യത്തിനനുസരിച്ച് അവനവന് കിട്ടുന്ന സമയത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ആ സമയം കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അത് കണ്ടെത്തും. ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ഇന്നലെ ഞാനിങ്ങനെ നമ്മുടെ സ്റ്റുഡൻസിനെ കുറിച്ച് ഇങ്ങനെ മെന്റേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് മെന്റേഴ്സ് പറഞ്ഞു, പല ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട്, പല കുട്ടികളും പാരന്റ്സ് ഒക്കെ ആയിട്ടുള്ള, ഞങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ, കൂടുതൽ നമുക്ക് പറ്റുന്നില്ല, എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഹെൽപ്ലെസ് ആണെന്ന് പറഞ്ഞു മെന്റേഴ്സ്. ഞാൻ പറഞ്ഞു, ആ 1 മണിക്കൂർ അവരോട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറയുക, ക്രമേണ അത് ഇൻക്രീസ് ചെയ്യാൻ പറയാ. കാരണം നമുക്കൊരിക്കലും ഒരു ചെറിയ കുട്ടിയുള്ള ഒരു അമ്മയോട് നിങ്ങൾ കുറച്ചേരം നിങ്ങളെ കുട്ടീനെ വേറെ ആർക്ക് കൊടുത്തൂടെ, നിങ്ങൾക്ക് കുറച്ചേരം നേരത്തെ എണീറ്റൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻഡിവിജ്വൽ കേസ് നമുക്ക് അറിയില്ല, അവർക്ക് തന്നെ അറിയുള്ളൂ അവരാ. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ അതിലേക്ക് അത്ര സിൻസിയർ ആണെങ്കിൽ, അത്ര ഡിറ്റർമിൻ, ഓട്ടോമാറ്റിക്കലി ദ ഹോൾ സിസ്റ്റം നമുക്ക് അനുസരിച്ച് ഇങ്ങനെ നിൽക്കും. എന്നോട് തന്നെ ഒരുപാട് അമ്മമാരൊക്കെ, ശരിയായിട്ട് അമ്മമാരൊക്കെ പറഞ്ഞിട്ട്, പരീക്ഷ ആയ സമയത്ത് ഞാൻ ഏകദേശം 5 മണിക്കൂറൊക്കെ പഠിക്കാറുണ്ടായിരുന്നു. കാരണം മൊത്തം സിറ്റുവേഷൻ, ദ ഫാമിലി അതിനനുസരിച്ച് മാറും. ഒരു പക്ഷേ ചിലപ്പോൾ മക്കൾ പോലും മാറും. മക്കൾ പോലും ചിലപ്പം അവർ ഉറങ്ങുന്ന സമയം, അവർ പഠിക്കുന്ന സമയം. ഇപ്പൊ ഞാൻ റീസെന്റ് സംസാരിച്ചപ്പോൾ എനിക്ക് ലൈവിലുള്ള സമയമല്ല ഒരു പഠിക്കുക, ഒരു വൈകുന്നേരം വന്നിട്ട് ആദ്യം തന്നെ അവർ പഠിക്കും, കാരണം ഉമ്മാക്ക് രാത്രി ക്ലാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം ബേസിക്കലി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്ക് പറ്റുന്ന ആ ഒരു സമയത്ത് മാക്സിമം പോസിബിൾ ആയിട്ട് ചെയ്യുക എന്നുള്ള ആസ്പെക്ട് ആണ് തോന്നുന്നത്. പിന്നെ ഇത് തന്നെ റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി നമ്മളെ സൊസൈറ്റി സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള കുറച്ച് ജോലികളുണ്ട്. വീട്ടിന്റെ കുറച്ച് സംഭവങ്ങള്, കാര്യങ്ങള്, ഇത് നിങ്ങൾ ചെയ്യണം. ഈവൻ പഠനം വരുന്ന സമയത്തും പലപ്പോഴും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അതായത് നിങ്ങൾ വീട്ടിലുള്ള നിങ്ങൾ ചെയ്യേണ്ട പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, എന്നിട്ട് പറ്റുമെങ്കിൽ പഠിച്ചോളൂ, നിങ്ങൾ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ പഠിച്ചോളൂ എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓവറോൾ അതിൽ തന്നെ ഒരു മാറ്റം വരേണ്ടെന്ന് തോന്നുന്നു. അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? സർ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പഠിക്കുന്ന ആള് ബീങ് കമ്മിറ്റഡ് ഇൻ എവറിത്തിങ് എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൽ 100% കമ്മിറ്റഡ് ആയിരിക്കുക. നിങ്ങൾ വീട്ടിലെ ജോലിയാണ് ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അത് ചെയ്യാം. അതിന്റെ കൂടെ പഠനം എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിലെ ജോലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് എങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ പഠനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് മീൻസ് നമ്മളുടെ ഡിറ്റർമിനേഷൻ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ ഡിറ്റർമിനേഷൻ പോലെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുക. നമ്മളെ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള റോൾസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നമുക്കൊരു പഠനം എന്ന് പറയുന്ന സിസ്റ്റം അതൊട്ടും എൻജോയബിൾ അല്ല എന്നേ ഞാൻ പറയുള്ളൂ.
കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആയാൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് അതിരിക്കുക. നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പരാതികൾ എല്ലാ മനുഷ്യർക്കും പറയാനുണ്ടാകും. പക്ഷെ ഈ പരാതികളെ തോൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മാറിയാൽ മതി. അതാണ് അതിന്റെ സിസ്റ്റം. ഇപ്പം ഈ സമൂഹത്തിലുള്ളവർ നിങ്ങൾ മൾട്ടി ടാസ്കിങ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. കാരണം നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു ചലഞ്ച് മുന്നിൽ വെക്കുന്നത്. അതൊരു കാര്യം. ഇനി നമ്മളെ ഇങ്ങനെ ഇത്തരത്തിൽ പുറത്ത് വിടാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് എങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ നയം മാറ്റണം. നമ്മളുടെ ഡിറ്റർമിനേഷൻ ആണ് നമ്മളുടെ ലൈഫ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ആ കാര്യത്തിൽ ബോൾഡ് ആവണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവളിങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞു ഭയങ്കര പ്രഷറാണ്, കാരണം പഠിക്കാൻ തീരെ സമ്മതിക്കുന്നില്ല. വീട്ടില് എന്ത് എന്ത് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നാലും അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് വരും, പഠിക്കാൻ സമ്മതിക്കണില്ല, ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ എന്ത് ചെയ്യണം, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേട്ടോ, ഒരേ സമയം 2 പരിപാടി നടക്കും. അപ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടല്ല, അനക്കും അത് ബുദ്ധിമുട്ടല്ല. പിന്നെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ട് വരുന്നവരെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ, അത്രേ ചെയ്യാനുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ ഞാൻ പറയും അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മൈൻഡും നമ്മുടെ ബുദ്ധിയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ തിങ്കിങ്ങും, അതായത് ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയും, നിങ്ങൾ ഈ ഓവർ തിങ്ക് ചെയ്തോളൂ, പഠനകാര്യങ്ങളിൽ ഓവർ തിങ്ക് ചെയ്തോളൂ, ഇത്തരത്തിലുള്ള സില്ലി മാറ്റേഴ്സിൽ വെറുതെ അവനവന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്വന്തം ഭാഗ്യം നശിപ്പിക്കരുത്. അത്രേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ. ഇതിലെ ഇപ്പം ഓൾറെഡി ഇപ്പം ആധിക മേ ബി നമുക്കൊരു അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായ അതിനൊരു ഭാഗ്യം ലഭിച്ച ആളാണ്, നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു ആസ്പെക്ട് ആണ്. എന്നിരുന്നാലും എല്ലാവരുടെയും പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ടാവും, ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടാവും. ഞാൻ അത് എല്ലാ വിന്നേഴ്സിനോടും ചോദിക്കാറുണ്ട്. അത് എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ സിമിലർ ചലഞ്ചുള്ള വേറെ ആളുകൾ ഈ ഇന്റർവ്യൂ കേൾക്കും. അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോൾ എന്റെ സെയിം ചലഞ്ച് ആണല്ലോ, അതിൽ നിന്ന് അവർക്കൊരു എനർജി കിട്ടിയിട്ട് അവർക്ക് ജയിക്കാൻ പറ്റും. അപ്പം അധിക പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേരിട്ട ചലഞ്ചുകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവർ ഓവർകം ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കരമായിട്ടുള്ള സെൽഫ് ഡൗട്ട് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് 6 വർഷം കഴിയുന്നു, PG ക്ക് ജോയിൻ ചെയ്യുന്നു, യാതൊരു ബേസും ഇല്ല. PG ജോയിൻ ചെയ്യുന്നത് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട്, അപ്പൊ ക്ലാസ് ഇല്ല. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു ഡിഗ്രി ചെയ്തത്, പെട്ടെന്ന് ഇഗ്നോയിലേക്ക് മാറി. ഇഗ്നോന്റെ ബുക്കൊക്കെ കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ആ ലാംഗ്വേജിലെ ഷിഫ്റ്റ്, പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്, അപ്പൊ ഇംഗ്ലീഷ് വായിച്ചാൽ പോലും മനസ്സിലാവാത്തൊരു സ്റ്റേജിലേക്ക് ഈ 6 വർഷം കൊണ്ട് ഞാൻ എത്തി ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പല സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും മറന്നുപോയി എന്നുള്ള തോന്നലാണ് അതിലും വലിയ സെൽഫ് ഡൗട്ട്. പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ഈവൻ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ചോദിക്കുമ്പോൾ വരെ ഞാൻ കൺഫ്യൂസ്ഡ് ആവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്റെ ലെവല് മനസ്സിലാവുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു ഏറ്റവും വലുത്. കാരണം ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിലെ ഒരു സബ്ജക്റ്റിൽ കിട്ടാവുന്ന ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും മറന്നു പോയ ഒരാൾക്ക് ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള സെൽഫ് ഡൗട്ട് അതിഭീകരമായിരുന്നു. പിന്നെ ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് വരെ എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരുപാട് ചലഞ്ചസ് മുന്നിൽ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. അതായത് നമുക്ക് പല രീതിയിലുള്ള പ്രഷേഴ്സ് വരും. ഈവൻ ശരിക്കും സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ പോലും ഇത്ര അടിപൊളിയായിട്ട് പഠിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അത് ഓരോ സിസ്റ്റത്തിന്റെ, ഓരോ ഫാമിലി സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ ഡിറ്റർമിനേഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പൊ എന്റെ ഈ ഇൻസെക്യൂരിറ്റീസ് എല്ലാം വെച്ചിട്ടും ഞാൻ ഇതിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനതിൽ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം, മുമ്പ് പഠിച്ചിരുന്ന ഞാനാണല്ലോ, അപ്പൊ ആ വ്യക്തി എന്തായാലും ഉള്ളിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ വേണമെന്ന് വെച്ചാൽ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിക്കും, ഇത് കൂട്ടിയാൽ കൂടൂല തോന്നുന്നുണ്ട്. ഒരു പോയിന്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 10ൽ 2 മാർക്ക് കിട്ടുക, 1 മാർക്ക് കിട്ടുക എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ ഞാൻ നേരിട്ട വലിയ സ്ട്രഗിൾസ് ആണ്. ഒരാൾക്ക് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സ്ട്രഗിൾസ് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ അവനവന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സ്ട്രഗിൾസ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. പിന്നെ ഈ പറഞ്ഞ ഡിഫറെന്റ് റോൾസ് കോൺഫ്ലിക്റ്റ്, ഒരേ സമയം വൈഫ് ആവണം, മദർ ആവണം, ഒരു ഡോട്ടറിലോ ആവണം, സ്റ്റുഡന്റ് ആവണം, അതൊരു വല്ലാത്ത കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് 1 by 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള വഴി നമ്മുടെ സിസ്റ്റം നമുക്ക് കൊണ്ടുതരും. അത് ജസ്റ്റ് റെക്കഗ്നൈസ് ചെയ്താൽ മതി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഈ റോൾ കോൺഫ്ലിക്റ്റ് ഞാൻ മാനേജ് ചെയ്തത് ഞാൻ പ്രോപ്പറായിട്ട് ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഐ ഫീൽ റിയലി സ്ട്രെസ്ഫുൾ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോ ഞാൻ ഇങ്ങനെയാണ്, ഈ ഒരു സംഭവം മാനേജ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, ഓക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യും,
മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് ഇതെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരാളെ പോലെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്. ഇപ്പൊ നമ്മൾ വെറും സ്റ്റുഡന്റ് ആയിരിക്കുന്ന ഒരാള് ഒരു 12 മണിക്കൂർ പഠിക്കണുണ്ടെന്ന് വിചാരിക്കുക. അയാളെ നോക്കിയിട്ട് ഞാൻ 1 മണിക്കൂറേ പഠിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, എന്ത് ചലഞ്ചസ് ആണെങ്കിലും. ഞാൻ പറഞ്ഞു എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരാളെ നോക്കിയിട്ട് അവര് ലക്കിയാണ് എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. അവര് ലക്കി ആവാണ്ടിരിക്കുക ചെയ്യട്ടെ. സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. ഈവൻ വരുന്ന ചെറിയ ചെറിയ സ്ട്രഗിൾസിനെ പോലും സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സിനുണ്ട്. കാരണം മനുഷ്യർ അങ്ങനെയാണല്ലോ, ഇവല്യൂഷൻ പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ അതിനെ അതിജീവിക്കും. ആ ഒരു രീതിയിൽ എല്ലാത്തിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു പരിധിയിൽ കൂടുതൽ താങ്ങാൻ പറ്റാത്ത സ്ട്രെസ്സോ ആ ഒരു കൈൻഡ് ഓഫ് സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫ്കോഴ്സ് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വരും. അല്ലാതെ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്നും വേണ്ട സാർ, നമ്മൾ ബാക്കിലേക്ക് ചിന്തിച്ചാൽ മതി. ഇത്രയൊക്കെ നമ്മൾ എത്തിയല്ലോ, ഈ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ വന്നല്ലോ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത്തും നിങ്ങൾക്കുണ്ട്. അതും തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. അതിന് എത്ര നമ്മുടെ അക്കാദമിക്കൽ ഗ്യാപ്പ് ആയാലും നമ്മുടെ ഈ മൾട്ടി റോൾ ആയാലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന പലതരം ഇൻസെക്യൂരിറ്റീസ് ആയാലും ഒക്കെ, ഇപ്പൊ ഞാൻ നേരിട്ടിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ആയിരുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളാണെങ്കിലൊക്കെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ സൊല്യൂഷൻ എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ബീങ് അവർ സൊല്യൂഷൻ. നമ്മൾ തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ ചിലപ്പോൾ 1-2 സൊല്യൂഷനിലൊന്നും ഇത് റിസോൾവ് ആയിന്ന് വരില്ല, മാറ്റമുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ സോൾവ് ചെയ്തിട്ട് ആരെങ്കിലും നെറ്റ് വാങ്ങിയതായിട്ട് എന്റെ അറിവിലില്ല. നമ്മൾ ആ പ്രോബ്ലത്തോട് കൂടിയിട്ട് പഠിക്കാൻ പഠിക്കും. ആ പ്രോബ്ലത്തിനെ മാനേജ് ചെയ്ത് പഠിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടിയാണോ, ആ കുഞ്ഞിനെ മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് അത്രയും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് എങ്കിൽ അതാണ് അതിന്റെ ഒരു രീതി. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കേസ്, ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെയും ആഫ്റ്റർ പോസ്റ്റ് മാരേജ് ഒക്കെ പഠിക്കുന്ന ഒരു സമയത്ത് എനിക്കും തോന്നുന്നത്, ഇനീഷ്യലി ചിലപ്പം ഒരു പുതിയ വീട്ടിലേക്ക് എത്തിയ കുട്ടി ഞാൻ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദ ഫാമിലി മേ ബി എ ബിറ്റ് സസ്പീഷ്യസ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇവരുടെ ഉദ്ദേശം, ഇവർ ശരിക്ക് പഠിക്കാനാണോ, ശരിക്ക് പഠിക്കണത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, സം സോർട്ട് ഓഫ് എസ്കേപ്പീസ് ആണോ എന്നൊക്കെ കരുതും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വൺസ് വി ആർ ഡിറ്റർമൈൻഡ്, ഇനീഷ്യലി നമുക്ക് ചിലപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്, നിങ്ങൾക്ക് അങ്ങനെയുള്ളതല്ല, ഇനീഷ്യലി ചിലപ്പം ഇങ്ങനെ നോക്കുന്നുണ്ടാവും എന്താണ് ഇവരുടെ ഉദ്ദേശം പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ക്രമേണ ഇവര് ഡിറ്റർമൈൻഡ് ആണ്, ഇവര് സ്ട്രോങ് ആണ്, ഇവര് സീരിയസ് ആണ്, ഇവര് ജയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുമ്പോൾ പിന്നെ നമ്മൾ ജയിക്കാന്നുള്ളത് അവരെയും കൂടി ഡ്യൂട്ടി ആയിട്ട് പിന്നെ ആ സപ്പോർട്ട് സിസ്റ്റം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതും ഈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലായത്. ആദ്യം എനിക്ക് 1 മണിക്കൂർ സമയം കിട്ടാറുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എനിക്ക് 4 മണിക്കൂർ 5 മണിക്കൂർ, ഒരു സമയത്ത് നിങ്ങൾക്ക് 8 മണിക്കൂറൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ഡിറ്റർമിൻഡ് ആണ് എന്നുള്ളത് മൊത്തം നിങ്ങളെ ചുറ്റുവട്ടത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനും എല്ലാവർക്കും മനസ്സിലായി. അത് മനസ്സിലായപ്പോ പിന്നെ അവര് തന്നെ നിങ്ങൾക്ക് സമയം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്കും ചെയ്ത് കൊടുക്കാനുള്ളത് ഈവൻ ദോ നമ്മൾ ആരാണെങ്കിലും, ഏത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, എനിക്കൊരു അഡ്വൈസ് സിസ്റ്റം ആണ്, എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ whoever around us, show them we are determined. Okay, we are strong in this dream, we'll definitely qualify this. എന്നിട്ട് അവൈലബിൾ സമയത്ത് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി എവറിബഡി വിൽ ബി വിത്ത് യു എന്നുള്ളതാണ് ഒരു ആസ്പെക്റ്റിലേക്ക് മനസ്സിലായത്. എക്സാം പോലും നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം ഞാൻ ഫസ്റ്റ് എഴുതി OMR എക്സാം ഈ കൊട്ടും ഫേവറബിൾ ആയിട്ടല്ലായിരുന്നു ആ ചോദ്യ പേപ്പർ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. അതായത് അതിനു മുമ്പ് വെറുതെ ഒരു രസത്തിന് പോലും ഞാൻ പോയിട്ട് നെറ്റ് എക്സാം എഴുതിയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഈ OMR എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എക്സാം എന്താണ് എന്റെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്റെ അടുത്ത് നിന്ന് വേണ്ടത് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ആ രീതി മാറ്റി. പിന്നീട് കിട്ടിയ 45 ദിവസം ഞാൻ ആ രീതി മാറ്റിയ രീതിയിലാണ് പഠിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ശരിക്കും ഇപ്പൊ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, മദറിലോ ഒക്കെ പറയും, ആ 45 ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. OMR എക്സാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന പാറ്റേൺ ഞാൻ മാറ്റി. ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അറിയാവുന്ന കാര്യങ്ങൾ പഠിക്കുക, അറിയാത്ത കാര്യങ്ങൾ പതുക്കെ നീക്കി വെക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ ആ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് എന്താണോ അറിയാത്തത് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ എന്താണോ മാറ്റി വെച്ചത് അതാണ് എക്സാം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാത്തത് പഠിക്കുക, അറിയുന്നതിലേക്ക് നമ്മൾക്ക് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് അറിയാത്തതിലേക്ക് കൂടുതൽ എഫേർട്ട് ഇടുക എന്നുള്ള രീതിയിലായി. കുറച്ചുകൂടെ ഞാൻ എൻ്റെ പഠനം സ്ട്രക്ചേർഡ് ആക്കി. എന്ന് വെച്ചാൽ ഒരു റിജിഡ് ആയിട്ടുള്ള ടൈം ടേബിളിലല്ല ഞാൻ പഠിച്ചത്. ഞാൻ ചെയ്തത് ഒരു ദിവസം 4 സബ്ജക്റ്റിൽ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് മാറ്റി, ചെറിയ ചങ്ക്സ്. അപ്പം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ രാവിലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ടൈം കിട്ടി, ഞാൻ അതിൽ ഒരെണ്ണം തീർക്കും. ഉച്ചക്ക് കുറച്ച് സമയം കിട്ടിയാൽ അടുത്തത് തീർക്കും.
അങ്ങനെ ഇത് പഠിച്ച് വന്നപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളിങ്ങനെ വലിയ ലോഡ് പഠിക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് തീരൂല. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡിസാറ്റിസ്ഫാക്ഷനിലാണ് നമ്മൾ അടുത്ത പഠനം മുന്നോട്ട് പോവുക. നേരെ മറിച്ച് ചെറിയ ചെറിയ ചങ്ക്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് തീർന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷനിലാണ് അടുത്തത് വായിക്കുക. അപ്പൊ അത് തീർക്കാനുള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗമായിട്ട് അങ്ങനെ തീർത്ത് ശരിക്കും പറഞ്ഞാൽ 45 ദിവസം കൊണ്ട് എന്റെ സിലബസ് ഞാൻ കവർ ചെയ്തു. 45 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. എന്റെ അനുഭവം അതാണ്, പറ്റും. ആകെ ഇത്രേ വേണ്ടുള്ളൂ. ഒന്നിച്ചിട്ടിട്ട് പഠിക്കുകയല്ല, കുറച്ച് ഭാഗമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ബ്രേക്ക് എടുത്ത് നമ്മുടെ സമയത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. അപ്പൊ ഞാൻ ആദ്യം നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവൈലബിൾ ആയിരുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഉച്ചക്ക് 2 മണിക്കൂർ, രാത്രി 1 മണിക്കൂറും. അപ്പൊ ഈ സമയം വെറുതെ കളയണ്ടല്ലോ, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ആദ്യം ഉണ്ടായിരുന്ന 3 മണിക്കൂറിൽ 2 മണിക്കൂർ എവിടെ പോയിന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ആയി ഈ 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടെൻസ്ഡ് ആവാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എക്സാമിന്റെ ഡേറ്റും ആപ്ലിക്കേഷനൊക്കെ വന്ന് ചൂട് പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ 1 മണിക്കൂർ കൂട്ടുക എന്നുള്ളത് എന്റെ ആവശ്യമായിട്ട് മാറി. അപ്പൊ ഞാനത് 1:30 1:45 പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ എക്സാം ഒക്കെ അടുപ്പിച്ചായപ്പോഴേക്കും 8, 9, 10 മണിക്കൂർ വരെയൊക്കെ പഠനം നീണ്ടു. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നോട്ട് എഴുതിയിട്ടില്ല സർ. സീരിയസ്ലി എന്റെ കയ്യിൽ ഒരു നോട്ടില്ല. ഞങ്ങൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷന്റെ സമയത്ത് എല്ലാവരുടെ കയ്യിലും നോട്ടുണ്ട്, എന്റെ കയ്യിലും മാത്രം ഇടാൻ നോട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം കിട്ടുന്ന സമയം ഞാൻ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ക്ലാസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കും. കാരണം ഞാൻ നോട്ട് എഴുതിയിട്ട് എനിക്ക് പിന്നെ റിവൈസ് ചെയ്യാൻ ടൈമില്ല. അപ്പൊ ഞാൻ നോട്ട് എഴുതിയിട്ടില്ല. അതുപോലെ ഞാൻ PYQs ഈ പറഞ്ഞ 45 ദിവസമാണ് ചെയ്തത്. ആ PYQs ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ OMR എക്സാമിന്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ 2 മാറ്റം എനിക്ക് നല്ലതുപോലെ അറിയാം. PYQs ചെയ്യുമ്പോഴാണ് എക്സാം എന്താണ് നമ്മളെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം ഈ ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ PYQs ചെയ്തു തുടങ്ങി. അപ്പൊ കുറെ കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതായത് ഈ നോട്ട് എഴുതിയിട്ട് പഠിക്കുക, എനിക്ക് തോന്നുന്നു നോട്ട് എഴുതി പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, കാരണം ഐഫറിന്റെ PPTs ഒരു നോട്ടാണ്, ഐഫറിന്റെ മെറ്റീരിയൽ ഒരു നോട്ടാണ്. ദെൻ വൈ വി നീഡ് എ നോട്ട്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ക്ലാസ് കേൾക്കും, PPT വായിക്കും. മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു പകുതിയോളം ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ, ഫുള്ള് വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു 3/4 ഭാഗം തീർത്തു എന്ന് പറയാം, ബാക്കി ഫുള്ള് തീർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് നെറ്റ് കിട്ടി. 0.6% JRF പോകുന്നത്. പക്ഷെ JRF പോയതിൽ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. കാരണം എന്റെ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 45 ദിവസമാണ്. ആ 45 ദിവസത്തിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കയുടെ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ എയ്ഫറിന്റെ റോൾ എന്തായിരുന്നു? ഓഫ്കോഴ്സ് ശരിക്കും നമ്മൾ സാധാരണ ഈ കോച്ചിങ് സെന്റേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അത് അനുഭവിച്ച ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, ഞാനൊക്കെ കുറച്ച് സിവിൽ സർവീസിന്റെ ഒക്കെ ഇങ്ങനെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും വെറുതെ തള്ളുകയാണ്, അല്ലെങ്കിൽ ഇവരിത് വെറുതെ പറയണം അങ്ങനെ തോന്നും. പക്ഷെ എന്റെ ഒരു കേസിൽ ഞാൻ സിൻസിയർ ആയിട്ട് പറയാണ്, ഞാൻ ഐഫർ ചൂസ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ വേറെ ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ സെൽഫ് സ്റ്റഡി നടത്തിയാലും എനിക്ക് തോന്നുന്നില്ല ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നുള്ളത്. കാരണം ഇഷ്ടം പോലെ റിസോഴ്സ് ആണ്. ബേസിക്കലി ഐഫറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. റിസോഴ്സുകൾ കൊണ്ടൊരു അയ്യരുകളിയാണ്. കാരണം നമുക്ക് അതിൽ നിന്ന് വേണ്ടത് പിക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്താ വെച്ചാല് ഒരേ സമയം ഇത് സ്ട്രെസ്ഫുള്ളും ആണ്, അതേ സമയം നമുക്കിത് ബെനിഫിറ്റും ആണ്. സ്ട്രെസ്ഫുൾ ആവാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് മുഴുവൻ തീർന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു സ്ട്രെസ് വരും. പക്ഷെ ആ സ്ട്രെസ്സിന് പകരം ഞാൻ ഇതിന്റെ ഇത്ര ശതമാനത്തോളം ബെനിഫിറ്റ് യൂസ് ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, പിന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഐഫറിന്റെ മെറ്റീരിയൽസ് അത്യാവശ്യം സിംപ്ലിഫൈഡ് ഫോമിലുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അന്താളിപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതിന്റെ ഒരു സമ്മറി പോലെയാണ് ഐഫറിന്റെ നോട്ട്സിനെ ഞാൻ പരിഗണിക്കുന്നത്. കാരണം ഒരു സബ്ജക്റ്റില് ഈ പറയുന്ന നെറ്റ് എക്സാമിന് എന്താണോ വേണ്ടത് അത് ഐഫർ പ്രൊവൈഡ് ചെയ്യും. അത് പേപ്പർ 1-ലായാലും സബ്ജക്റ്റിലായാലും. ഇപ്പം ഞാൻ കൊമേഴ്സ് ആണ്, അപ്പൊ കൊമേഴ്സിന്റെ കേസിൽ എന്താണോ നിങ്ങൾക്ക് ആ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് അത് ഐഫർ തരുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും. ഇപ്പം സാറിന്റെ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗ് ആണെങ്കിലും സാർ അല്ലാണ്ട് വെറുതെ വെക്കുന്ന മീറ്റിങ്ങുകളാണെങ്കിലും ഒരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം ഒരുപാട് ഈ പറഞ്ഞ ഒരു മൾട്ടി റോളുകൾ ചെയ്തിട്ട് നമ്മളൊരു ലൈവിലൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചില സമയത്തൊക്കെ ഞാൻ മോളെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് കേട്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ കാര്യത്തിലുള്ള ഡൗട്ട് ഉണ്ടാവും. സാറിന്റെ ഒരു മീറ്റിംഗ് കേൾക്കുമ്പോൾ വെറുതെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ വരും, ഞാൻ ചെയ്യുന്നത് റൈറ്റ് ട്രാക്കിലാണ്, അല്ലെങ്കിൽ നമ്മളിനി ഇത് വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ശരിയാകും, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് വരും.
അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ മാറാനും, ശരിക്കും പറഞ്ഞാൽ ഐഫറിൻ്റെതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിറ്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ലൈവ് മീറ്റിംഗ്സ് ആയിരുന്നു. അത് വലിയൊരു സ്ട്രെസ് ഔട്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. പിന്നെ മെറ്റീരിയൽസ്, അതേപോലെ ക്ലാസ്സസ് റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടൈം അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഈവൻ എല്ലാ ലൈവും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ ഈ പറയുന്ന പോലെ വീട്ടുജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ കേൾക്കും, ആ രീതിയിലൊക്കെ പോകും. അപ്പം പിന്നെ മെന്റർ സപ്പോർട്ട്, മെന്റേഴ്സിൻ്റെതാണെങ്കിലും അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വന്നിട്ടും പിന്നെ എനിക്ക് പലപ്പോഴും ഐഫറിന്റെ കേസിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ട് നെറ്റ് നേടിപ്പിക്കുക എന്നുള്ളത് ഐഫറിന്റെ ഒരു ബാധ്യതയല്ല. ഒട്ടുമിക്ക കോച്ചിങ് സെന്റേഴ്സും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് അച്ചീവ് ചെയ്യിപ്പിക്കുക, അത് നാളത്തെ പരസ്യമാക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഐഫർ ഡൂയിങ് ദെയർ ബെസ്റ്റ്, ബാക്കി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നെറ്റ് കിട്ടും. അത് ഐഫറിന് ആ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നുണ്ട്, മെറ്റീരിയൽസ് ആയിട്ടും സപ്പോർട്ട് സിസ്റ്റം ആയിട്ടും എല്ലാ രീതിയിലും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റം എനിക്ക് കിട്ടിയത് ഐഫറിനാണ്. ഇപ്പൊ ഈ 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു പഠനത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇതേപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഐഫർ തരുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് ഫ്രീഡം ഉണ്ട്. നമ്മൾ ഒരു റിജിഡ് ആയിട്ടുള്ള രീതിയിലേ പഠിച്ചു പോകാവൂ എന്ന് ഐഫർ ഒരിക്കൽ പോലും പറഞ്ഞത് എന്റെ ഓർമ്മയിലില്ല. അവര് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും, അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ആ ഒരു ഫ്രീഡം തന്നെയാണ് ഒരു ലേണറെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ പ്രിപ്പറേഷൻ ഐഫർ വഹിച്ചത് ഒരു ചില്ലറ പങ്കല്ല. ഓക്കെ റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ്. അധികം അവസാനമായിട്ട് ഒരു അവസാനത്തെ ചോദ്യം എന്നുള്ള നിലക്ക്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കൺഫ്യൂഷനുകളുള്ള കുട്ടികളുണ്ട്. ഓക്കെ, കുറേയൊക്കെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് സിമിലർ ആയിട്ട് ഒരുപാട് ബ്രേക്ക് എടുത്ത ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൾട്ടിപ്പിൾ റോളുകൾ എങ്ങനെ നിർവഹിക്കണം എന്ന് കൺഫ്യൂഷനുള്ള, അതുപോലെ തന്നെ ബീയിങ് എ പാരന്റ് ആൻഡ് സ്റ്റുഡൻറ് എങ്ങനെ ആവണം എന്നുള്ള ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അവർ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ തുടങ്ങുക, എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു ഇനീഷ്യൽ കാണും. ആസ് എ ഫൈനൽ ടേക്ക്, ഇത് വിജയിച്ച ഒരാൾ എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം അവരോട് എന്താണ് പറയുന്നത്? ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുകളിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് പേപ്പർ 1 സിലബസ് ഡൗൺലോഡ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്കതിൽ മുന്നേ കണ്ടുപരിചയമുള്ള ഒരേ ഒരു സാധനം മാത്സ് ആണ്. മാത്സ് എനിക്ക് അറിയൂല, പക്ഷെ കണ്ടുപരിചയമുള്ളത് മാത്സ് ആണ്. അപ്പൊ ഞാൻ പതുക്കെ മാത്സ് ചെയ്തിട്ടാണ് പേപ്പർ 1 തുടങ്ങുന്നത്. പിന്നെ ടീച്ചിങ്ങിന്റെ ഒക്കെ ക്ലാസ് കേട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി തരക്കെടില്ല, പഠിച്ചാൽ നടക്കണ ഒരു കേസേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് തുടങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ എന്നോട് ചോദിക്കണ ആരാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അവനവന് ചെറിയ രീതിയിലെങ്കിലും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റുകളിൽ തുടങ്ങിയിട്ട് ആ കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റിൽ ഒരു 50% കഴിഞ്ഞാൽ കോൺഫിഡൻസ് കുറഞ്ഞ സബ്ജക്റ്റുകളിലേക്ക് പതുക്കെ ലേണിംഗ് ഷിഫ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഗ്യാപ്പ് എടുത്ത് വന്നവരോട്. കാരണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും ഒരു പഴയ സ്റ്റുഡന്റ് ലൈഫിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. ഗ്യാപ്പ് എടുത്ത ആളുകളോടാണ്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പാടെ വിട്ടുപോകുന്ന നമ്മുടെ മൈൻഡും ശരീരവും ഒക്കെ അതുമായിട്ട് പാകപ്പെട്ടിട്ടുണ്ടാകും ഈ മാറ്റത്തിനോട്. അപ്പൊ നമ്മൾ പതുക്കെ വീണ്ടും ആ പഴയതിലേക്ക് പോവാന്ന് പറയുന്നത് ഒരു സിമ്പിൾ ജേണി ആയിരിക്കില്ല. അപ്പൊ നമ്മൾ പതുക്കെ ഈ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ഉള്ള, അറിയാവുന്ന ചെറിയ ടോപ്പിക്കുകളിൽ തുടങ്ങി പതുക്കെ അതിന്റെ സമയം റൈസ് ചെയ്ത് പതുക്കെ ഹാർഡായിട്ടുള്ളതിലേക്ക് മാറി. ഇതിന് നമുക്ക് സമയം കിട്ടും. നമ്മൾ വിചാരിക്കും ഇത് എന്ന് തീരാനാ, 6 മാസം കൊണ്ട് ഇത് തീരുമെന്നുള്ളത്. കറക്റ്റ് ഒരു മാസം, ഒരു 30 days ആകുമ്പോഴേക്കും നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും പഠിക്കാൻ പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് കൊടുത്താലും നിങ്ങളെ ബ്രെയിൻ സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഹാർഡായിട്ടുള്ളത് കൊടുത്താലും സിമ്പിൾ ആയിട്ടുള്ളത് കൊടുത്താലും ഒക്കെ ബ്രെയിൻ സ്വീകരിക്കും. പിന്നെ കഴിവതും ബൈ ഹാർട്ടിങ് ഒഴിവാക്കിയിട്ട് കോൺസെപ്ച്വൽ ഓറിയന്റ് ചെയ്ത് പഠിക്കുക. അത് നമുക്ക് കുറച്ചും കൂടെ ഒരു സ്ട്രെസ് ഫ്രീ ആണ്. മറന്നു പോകുന്ന ടെൻഷൻ ഉണ്ടാവില്ല. കാര്യം എനിക്കറിയാം, ഒരു ചോദ്യം കണ്ട അതിന്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു 80% എനിക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ കിട്ടും. നേരെ മറിച്ച് നമ്മളൊരു കാര്യം, പ്രൊപ്പോണൻസിന്റെ ഒക്കെ പേര് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, ആ കേസല്ല പറയുന്നത്. അല്ലാണ്ട് നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ചു. ഇതിലില്ലാത്തൊരു ഒബ്ജക്റ്റീവോ ഫീച്ചറോ ആൻസർ കീയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറീഡ് ആവും, അല്ലെങ്കിൽ ടെൻഷൻ ആവും. അതിലും ബെറ്റർ ആയിട്ട് ഓരോ കാര്യത്തിലും കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി മാത്രം വെച്ചുകൊണ്ട് ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പഠിക്കുന്നത് ആദ്യം കോൺഫിഡന്റ് ആയിട്ടുള്ളതിന് തുടങ്ങുക, പതുക്കെ ഹാർഡ് ആയിട്ടുള്ളതിലേക്ക് സ്വിച്ച് ചെയ്യുക. അതിനുശേഷം ഈ പഠിക്കുന്ന എല്ലാ കാര്യത്തിലും നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക.
ചിലപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത സബ്ജക്ട് ഉണ്ടാവും. ഞാൻ ഇന്റർലോജിക് ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പല ടേംസും മലയാളീകരിച്ച് വായിക്കുമ്പോൾ ഇത് റിലേറ്റബിൾ ആണ് എന്നുള്ള രീതിയിലേക്ക് വന്നു. എല്ലാം അങ്ങനെയാണെന്നല്ല, ചില കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ ഓരോ കുറുക്കു വിദ്യകൾ ഉണ്ടാകും. ഞാൻ എന്റെ ഒരു ചുമര് ഫുള്ള് സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് വിഷ്വൽ ലേണറാണ്, കണ്ടേ ഞാൻ പഠിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് സ്റ്റൈൽ ഉണ്ടാകും. ചിലർക്ക് നോട്ട് എഴുതി റിപ്പീറ്റ് ഇമ്പോസിഷൻ എഴുതുന്ന പോലെ എഴുതിയാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരും പഠിച്ചു വന്ന രീതി എന്താണോ അതിനനുസരിച്ച് അവനവന്റെ സമയത്തിനനുസരിച്ച് ഇത് ക്രമീകരിക്കുക, അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അധികം ലാസ്റ്റ് ആയിട്ട് ഈഫറിനെ കുറിച്ച് തന്നെ, ഈഫറിൽ പലരും പറയുന്ന ഒരു മെയിൻ കൺസേൺ ആണ് ഈഫർ അത്യാവശ്യം ഒരു ഫീ ഉള്ള പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് നമ്മളും പറയാറുണ്ട്. അപ്പൊ നമ്മൾ നമ്മൾ സർവീസിന്റെ അത്. അപ്പൊ ഈഫറിന്റെ ഒരു സർവീസും ഫീ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് വർത്ത് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ സാർ കുറച്ചും കൂടെ ഫീസ് കൂട്ടണം. കാരണം തരുന്ന റിസോഴ്സസ് ആ ഫീയേക്കാളും കൂടുതലാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ ഈ ഫീ മാത്രം കേട്ടിട്ട് ഒരു സാധനം റിജക്ട് ചെയ്യുന്നതും അതിന്റെ ബാക്കി ഒരുപാട് ആസ്പെക്ട്സ്. ഇപ്പൊ അത് അനുഭവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും ഈ ഫീ കേട്ടപ്പോൾ ഞെട്ടിയ ഒരാളാണ്. ഞാനിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇത് ചെയ്യണം എന്നുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ആ ഫീ അടക്കാൻ ഞാൻ റെഡിയാണ് എന്ന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു. ആ കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ ഫീ അടക്കണേ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് യൂട്ടിലൈസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നെറ്റ് കിട്ടിയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഐഫർ കുറച്ചുകൂടെ ഫീസ് കൂട്ടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അത്രയധികം റിസോഴ്സസ് ഐഫർ തരുന്നുണ്ട്. ഇതെല്ലാവർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീ അല്ല, ഐ നോ ദാറ്റ്. കാരണം നമ്മളിപ്പം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ ഇരുന്ന് പറയുമ്പോൾ നമുക്കത് എളുപ്പമാണ് പറയാൻ. പക്ഷെ ചിലരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഹാർഡ് ആയിരിക്കും ഉൾക്കൊള്ളാൻ. ഇത്ര ഫീ എന്ന് പറയുന്നത് അത്ര ഒരുപാട് സ്കോളർഷിപ്പുകളും അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഫോർ മീ നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസിന് ഈ പറയുന്ന ഫീ വെർത്താണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം. കാരണം ഈ പറഞ്ഞതുപോലെ പിന്നെ ഫീ ഒരു ഫാക്ടറാണ് പഠിക്കാൻ. നമ്മൾ വൺ ടൈം ഒരു ഫീ ഇത്ര വലിയൊരു എമൗണ്ട് നമ്മൾ ഫീ അടച്ചിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കമ്മിറ്റഡ് ആവും എന്നുള്ള ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. പക്ഷെ ഫീന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൺസേൺ ഇല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സിറ്റുവേഷൻ സെയിം അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആദ്യം വൺസ് അഗെയിൻ ഒരുപാട് അടിപൊളി ഇൻസൈറ്റുകൾ കിട്ടി, ഒരുപാട് പോഡ്കാസ്റ്റുകൾ ചെയ്യാനുള്ള ടോപ്പിക്കൊക്കെ കിട്ടി. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.